ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞ കാര്യം ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ പരിഗണിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ അത് പുറത്തുവിടുകയും ചെയ്തു. അന്ന് കമ്മീഷൻ അംഗം പറഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അംഗീകരിച്ചത്. ഇന്ന ഭാഗങ്ങൾ, ഇന്ന പേജുകൾ, ഇന്ന ഖണ്ഡികകൾ പുറത്തുവിടാൻ പാടില്ല, ബാക്കിയുള്ള ഭാഗങ്ങളാണ് പുറത്തുവിടാൻ പറഞ്ഞത്. അത് അന്ന് തന്നെ പുറത്തുവിട്ടു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബാക്കി ഭാഗങ്ങൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്, അതെല്ലാം കോടതി ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിന് ഒരു മടിയില്ലായിരുന്നു. അപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി മുഴുവൻ രേഖകളും സീൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹാജരാക്കി. ഹൈക്കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അതിനു മുമ്പ് തന്നെ ഗവൺമെൻറ് പോലീസ് തലത്തിൽ അന്വേഷണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് എല്ലാ അന്വേഷണവും നടന്നത്. ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ടെ, അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടാൻ പോകുന്നത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരവും അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവരൊരു തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നു? ഞങ്ങൾ മറച്ചു വെക്കാതെ പുറത്തുവിടാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞത് അവർ തന്നെയാണ്, കമ്മീഷൻ അംഗമാണ്. അത് പുറത്തുവിട്ടില്ല. ഇല്ല ഒരു പേജും. അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. വിവരാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒഴിച്ച് മുഴുവൻ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് ഇതെല്ലാം നിങ്ങൾ സീൽ ചെയ്ത് ഇവിടെ തരാൻ പറഞ്ഞു. അപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾ അത് സീൽ ചെയ്ത് ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി മുമ്പാകിയതുകൊണ്ട് ഇത് മുഴുവൻ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി ഹൈക്കോടതി കൈമാറിയിട്ടുണ്ട്. ഇത് വളരെ സുതാര്യമായൊരു കാര്യമാണ്. ആര് ചോദിച്ചാലും അത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നൊരു കാര്യമാണ്. അതൊരു പുതുമയായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഞങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല. ഇത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ വകുപ്പിനുള്ളൂ. എന്താണോ ഹേമ കമ്മിറ്റി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു നിയമനിർമ്മാണം തന്നെ നടത്താൻ പോവുക. ഒരു സിനിമാ നയം അതിന് അന്തിമ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതാണ് സർക്കാരിൻ്റെ ഭാഗം. ബാക്കി അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കോടതി പരിശോധിക്കുകയല്ലേ. അപ്പോൾ കോടതി മുമ്പായിരിക്കുന്ന വിഷയത്തെപ്പറ്റി നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ പാടില്ലത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നിർദ്ദേശങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. 24 നിർദ്ദേശങ്ങളുണ്ട്. ആ 24 നിർദ്ദേശങ്ങൾ നിയമാനുസൃതം എന്തെല്ലാം നടപ്പാക്കാൻ പറ്റുമോ അതെല്ലാം നടപ്പാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിലൂടെ ഒരു നിയമനിർമ്മാണം, ഈ നിയമസഭയായിരിക്കില്ല, അതിൻ്റെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗം കൂടി ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. നിയമോപദേശം സ്വീകരിച്ചിട്ടുണ്ട്. നിയമവകുപ്പിന് അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറായി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗം പൂർണ്ണമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ജുഡീഷ്യറിയുടെ ഭാഗമാണ്. അവിടെ ജുഡീഷ്യറിയുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സർക്കാരിന് വേണ്ടി ഒരു അഭിപ്രായം പറയാൻ പറ്റും. കോടതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണല്ലോ, കേൾക്കുമല്ലോ. ഞങ്ങൾ അതിനൊന്നും എതിരെ നിന്നിട്ടില്ല. അതെല്ലാം പറയുന്ന സമയത്ത്, പറയുന്ന മിനിറ്റിൽ, പറയുന്ന മണിക്കൂർ ചെയ്തിട്ടുണ്ട്. ഇതാണ് വസ്തുത. എന്തിനു ഭയപ്പെടാൻ? സർക്കാർ എന്തിനാ ഭയപ്പെടുന്ന കാര്യം? പൂർണ്ണ രൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് ആളുകളാണല്ലോ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. അതിനകത്ത് എന്തൊക്കെയോ വലിയ സംഭവങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞില്ല, അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പുറത്ത് വിട്ടിട്ടൊന്നും വന്നില്ലല്ലോ. ഇനിയും വല്ല അതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പുറത്ത് വിടാൻ ആർക്കെങ്കിലും അപ്പീലിന്മേൽ തീരുമാനമെടുത്ത് അല്ലെ കോടതി പറയുമ്പോൾ അത് പുറത്ത് വിടുന്നതിന് എന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത്? ആരെപ്പറ്റി എന്തിനാ മറച്ചു വെക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങളുണ്ട് വരട്ടെ, അതെല്ലാം നിയമപരമായി നേരിടട്ടെ. എന്തിനു പ്രതിരോധിക്കാൻ? അതെന്ത് ചോദിക്കുന്നത്? സർക്കാർ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? സർക്കാർ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടക്കണമെന്ന് WCCയുടെ അപ്പീലിന്മേൽ അല്ലെങ്കിൽ അപേക്ഷയിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര ശരിയായ തീരുമാനം എടുത്തത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി വെച്ചിട്ടില്ല.
അങ്ങനെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും വെക്കാത്തൊരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് അന്നത്തെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി ഇന്നത്തെ ഗവൺമെൻറ് അതെല്ലാം പൂർത്തീകരിച്ച് നടപടികളായി മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലാണല്ലോ ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതൊന്നും പുറത്തു വിടുന്നതിന് ഞങ്ങൾക്ക് എന്ത് എതിർക്കേണ്ട കാര്യം? അതെല്ലാം പുറത്ത് വരട്ടെ. ഇന്ന് നിങ്ങളിപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ 7 പേജോ അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എങ്ങനെ വെട്ടിമാ? ഇതെല്ലാം ഡോക്യുമെൻ്റ് അല്ലേ? ഇതിൻ്റെ എല്ലാം കോപ്പി ജസ്റ്റിസ് ഹേമയുടെ കൈവശം ഉണ്ടല്ലോ. നമ്മുടെ കൈവശം ഉണ്ടെന്ന് പറയുന്ന ഡോക്യുമെൻ്റ് തന്നെ ജസ്റ്റിസ് ഹേമയുടെ കൈവശമുണ്ട്. അങ്ങനെ വല്ലതും മാറ്റാൻ പറ്റും? ഇതൊരു ഒരു അന്വേഷണ റിപ്പോർട്ടല്ലേ? ആ അന്വേഷണ റിപ്പോർട്ടിന്മേൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ്റിനോ ഉദ്യോഗസ്ഥർക്ക് എന്ത് വീഴ്ച സംഭവിച്ചു? ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് സിനിമാ സീരിയൽ രംഗത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു. ആ അഡ്രസ്സ് ചെയ്തതിനകത്ത് അവർ തന്ന നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായ പഠനങ്ങൾ, അത് ചിലത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ എങ്ങനെ നിയമപരമായും അല്ലെങ്കിൽ ഭരണപരമായും ചെയ്യാൻ കഴിയും, അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ 3, 4, 5, 6 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞ് പൂർത്തീകരിക്കും.